സൈനോ, ഞമ്മളുടെ കുറി തെരഞ്ഞെടുപ്പിന്റെ ചൂടൊന്നും ഇല്ലല്ലേ? ഹോ, എന്റെ കഴിഞ്ഞ വർഷത്തെ ചൂട് എത്ര പൈസയാ പൊടിച്ചീഞ്ഞ്. ഹമ്മുക്കൾക്ക് ബിരിയാണി ഉണ്ടാക്കി നമ്മളെ കയ്യെ കടഞ്ഞ് അന്ന് തിന്നിട്ട് പോയതല്ലേ, പിന്നെ കണ്ടില്ലല്ലോ. ബാപ്പാനെ കൊണ്ട് കഴിയൂലെന്നായപ്പോ ആർക്കും ബാപ്പാനെ വേണ്ട. അയാള് വല്ലാത്തൊരാളെന്നമ്മ. ആരുണ്ണിയെ? ഞമ്മളെ MP. അയാള് നാട്ടിലുണ്ടായിട്ടും സുഖമില്ലാത്ത നമ്മളെ ബാപ്പാനാണോ വന്നില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം എത്ര നിരങ്ങിയത് നമ്മളെ കൊല്ലായില്. എന്തേ നീ ഒലിപ്പിക്കല്? വോട്ട് കഴിഞ്ഞപ്പോ മൂടും തട്ടിപ്പോയതാ. ഉപകാരല്ലേലും ഉപദ്രവം ഉണ്ടാവാഞ്ഞാ മതിയെന്ന്. അവരാരെ മുതൽ അവനാന് വിൽക്കാനാവില്ലാച്ചാ എന്തയ്യ? നന്ദില്ല തിമാറുകള്. അവസാന ദിവസം പല കള്ളത്തരും പറഞ്ഞ് കാലുടിക്കാൻ വരും. ചൂലെടുത്ത് ഞാൻ ആട്ടും. വേണ്ടമ്മ, അത് വേറെ പാർട്ടിന്റെ ചിഹ്ന. അല്ല മോളെ, ഉപ്പാക്ക് മരുന്നെടുത്തോ? ഇല്ലമ്മ, ബാപ്പാക്ക് അല്ല തന്നെ ഭയങ്കര ക്ഷീണാ. ഉമ്മ എന്തേലും കുടിക്കാനും തരി, തിന്നാനും തരി. ഓൻ വലുതായ നമ്മളെ MP പോലെയോ. ഓനും എന്തേലും ആവശ്യമുണ്ടെ സോപ്പിട്ട് വാങ്ങാനറിയാം. ബാപ്പക്ക് എന്താ പറ്റിയേ? എന്താ പറ്റി? കുട്ടി എന്താ കാട്ടിക്കണോ? എന്താ മോളെ, എന്താ പറ്റിയേ? എന്താ മമ്മദ് ഉണ്ടായേ? കണ്ടില്ലേ സോമ, എന്റെ കുട്ടി കാട്ടിക്കണത്? കല്യാണം മുടങ്ങിയ വിഷമം കൊണ്ടാവോ? 3 തുണിയില് എന്റെ കുട്ടീനെ പൊതിഞ്ഞ് കിടത്തിക്കണത്. എന്താ മമ്മദേ പറയണേ? മോളല്ലേ നിക്കണേ, ഈ എന്താ സ്വപ്നം കാണാ? ഞാനല്ലോ പതുങ്ങാണ്. കുട്ടികളെ ബേജാറാക്കല്ലേ? എല്ലാരും വന്നിക്കണല്ലേ? ജയ്, എല്ലാരും വിളിച്ചിരുത്ത്, വെള്ളമൊക്കെ കൊടുക്ക്. ഞാനൊന്ന് ഉറങ്ങിപ്പോയടോ. തേടിയോള് പോയാ? പുയ്യാവെള്ളം തേടി പോയാ? എന്താണ് മോളെ ഇങ്ങനെ ഒരുങ്ങാതെ നിക്കണ്? നിക്കാതിന് നേരായില്ലേ? കുട്ടിപ്പന്റെ തോർത്തൊന്നും എടുത്തോളി. ഞാൻ വേഗം പോയി കുളിച്ചു തന്നെ കേട്ടാ. കുളിക്കാൻ നമുക്ക് ഒരുമിച്ച് പോവാടോ. മോളെ, ഈ ആ ഗുളികയും വെള്ളവും എടുക്ക്. അത് നല്ലതാ. എത്ര കാലായിടോ നമ്മളൊന്നിച്ചൊന്ന് കുളിച്ചിട്ട്. ആനക്ക് ഓർമ്മ സോമ? നമ്മളൊന്നിച്ച് കളിച്ച് നടന്നതും പണിയെടുത്ത് നടന്നതും ഒക്കെ ആ കാലം. നമ്മളെ വായ, കവുങ്ങ്, എല്ലാ പച്ചക്കറി, നമ്മളെ ജീവൻ തന്നെ ഈ മണ്ണും പണിയല്ലേ. ആ കാലൊക്കെ ഇനി ഉണ്ടാവൂടോ? ആ ഒക്കെ ശരിയാവും. ഈയൊന്ന് സമാധാനപ്പെട്. എങ്ങനെ സമാധാനിക്കാനാണ്ടോ? എന്റെ കുട്ടിന്റെ നിക്കാല്ലേ മുടങ്ങിയത്. ഈ സുഖമായിട്ടൊന്ന് ഉറങ്ങ്, ഒന്നും വരൂല. ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. ഉറക്കം കിട്ടണില്ലടോ. കണ്ണടച്ചാല് ഈ മണ്ണിന്ന് ഇറക്കി വിടുന്ന കാഴ്ചയാണ് സോമ. ഇതൊന്ന് വിറ്റുകുട്ടീനെ കെട്ടിക്കാച്ചാല് അതും നടക്കണില്ലല്ലോ. ഓളും മക്കളും ഇങ്ങനെ ചുറ്റും കൂടി നിങ്ങാണ്ട് നമ്മളെന്താ ചെയ്യാപ്പാന്ന് കരയണ കാഴ്ച കണ്ണടക്കാൻ പറ്റണില്ല. മണ്ണിനെ സ്നേഹിക്കാനും മണ്ണിൽ അധ്വാനിക്കാനും അല്ലാതെ ഞമ്മക്കൊന്നും അറിയില്ലല്ലോ സോമ. കുടിക്ക്. ശരി ശരി, കിടന്നോ. പാവം, എങ്ങനെ ജീവിച്ചിരുന്ന ആളാ. മനുഷ്യന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. മോടെ കല്യാണം മുടങ്ങിയപ്പോൾ ഉണ്ടായതാ. പിന്നെ ബാങ്കിന്റെ ജപ്തി. സൂക്കോടെ അധികമൊന്നും ഉണ്ടായിട്ടില്ല.
എന്താ ഇപ്പൊ സ്ഥലം വിൽപ്പന മുടങ്ങിയത്? അതാ കസ്തൂരിരംഗന്റെ പേരില്ലേ കച്ചവടക്കാര് ചവിട്ടിയതാ. വയനാട് മുഴുവൻ ഭൂമാഫിയക്കാർ കൈയടക്കിയില്ലേ. ഇതൊക്കെ തന്നെയല്ലേ ഞമ്മളും ഗതി. വല്ലാത്തൊരു ഇടങ്ങേറായി പോയി. നമ്മളെപ്പോലുള്ള കൃഷിക്കാരെയും കച്ചവടക്കാരെയൊക്കെ വയനാട്ടിൽ നിന്ന് പായിപ്പിച്ചിട്ട് വയനാട്ടിലെ ഭൂമാഫിയക്കാർക്ക് കച്ചവടക്കാർക്കൊക്കെ ഭൂ സ്വന്തമാക്കണം. അത്ര തന്നെ. ഗവൺമെന്റ് ഓലപ്പാ നിക്കണേ. നമ്മുടെ എം പി ഉൾപ്പെടെ ഒട്ടുമിക്ക എം പിമാരും കോടീശ്വരന്മാരാ. മറ്റുള്ളവർ അധികം അവരുടെ ബിനാമികളാണ്. വോട്ട് ചെയ്യുമ്പോൾ ആലോചിക്കണം പാവങ്ങളുടെ കൂടെ ആരാ ഉള്ളതെന്ന്. നമ്മളെ കുടുംബം കല്യാണം മുടക്കിയത് ഞാനല്ല, കസ്തൂരി. കൊല്ലാൻ വരുന്നത് സോമേട്ട രക്ഷിക്കണം. ആ അമ്മാക്കന്റെ മുറുകണ്ട്, അയാളെ കിട്ടിയ കൊല്ലും. ഈ കഥറാണ് ഈ പുലിവാരി ഉണ്ടാക്കിയത്. എവിടെ എവിടെ വിട് 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 വിട്. ആ മിക്കവിടെ അവിടെ ഇവിടെ കസ്തൂരി രംഗനടോ. കസ്തൂരിരംഗനോ? ആടോ, ഓ നമ്മളെ ജോണിയല്ലേ? അവൻ കതറിട്ട കസ്തൂരിയാടോ. ഓൻ കസ്തൂരി, ഉമ്മൻ കസ്തൂരി, ചാണ്ടി കസ്തൂരി, വയലാറ് കസ്തൂരി, ഇവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥി കസ്തൂരി, സകലം കസ്തൂരികളാണ്ടോ. എല്ലാത്തിനും കൊല്ലണം, എല്ലാത്തിനും. ഇജിന്റെ ഒപ്പം നിക്ക് സോമാ. ഓനെങ്ങോട്ട് വിട്. മമ്മദേ, ഇതെന്താ ഇത് കതറാ? ഇത് കതറല്ല. വേണ്ട മമ്മദേ. ഇതെന്താണ്? വായക്കേ വേണ്ട. വിളിച്ചു വെച്ചിട്ട് ഓൻ അപ്പുറത്തൂടെ പോയിനേന്ന്. പോയിക്കോ മമ്മദേ. ഓ എന്നെ വിട് സോമാജി. ഞാൻ ഓനെ വിട്. നമ്മളെ വയ്യാതാരാക്കിയ ആളെ മോളെ ഓലെ വിടാൻ പറ്റൂല. നമ്മളെ വയ്യാതാരാക്കിയ വിടൂല ഞാൻ. വിടൂല ഞാൻ. കർത്താവ്, ഈ കതറിഞ്ഞിടാൻ പറ്റില്ലേ? പോയോ പണ്ടാറടങ്ങാവും. സോമ, എനിക്കൊരു ലൈറ്റും 2 സ്ട്രോങ് പടി. ഹാ, 3 ആർക്കാ ലൈറ്റ്? ഹൗ, എന്താ ചൂട്! ഇതിനൊന്നും നടന്നാ മുതലാവൂല ചെങ്ങന്മാരെ. ഇങ്ങക്ക് നടന്നാലെന്താ, ബാക്കിയൊക്കെ നടക്കല്ലോ. അതല്ലേ സമാധാനം. 5 കൊല്ലം കഴിഞ്ഞ് കൈ കിട്ടിയല്ലേ. 5 കൊല്ലത്തെ കടൊക്കെ വിട്ടിട്ടോ. അല്ലെങ്കിൽ ഈ ടാങ്ക് ഉണ്ടാക്കി കൊടുക്കുന്ന പണി നമുക്ക് പൈസ തന്നതിനുള്ള പണി എടുത്ത് കൊടുക്കും. അല്ലെങ്കിൽ പോയി പണിയൊക്കെട്ടെന്ന്. അല്ല, കട്ടുമുടിച്ചതിന്റെ ബാക്കി കൊറേ പൈസ ഓരോ കയ്യിലുണ്ടാവുമല്ലോ. ഇനിയും കക്കണമെങ്കിൽ ജയിക്കണ്ടേ? 2.5 കോടി ഉറുപ്പ്യല്ലേ ഓരോ സ്ഥാനാർത്ഥികൾക്കും ഹൈക്കമാൻഡ് കൊടുത്തത്. അതിന്റെ ഒരു ഓഹരി ഇങ്ങൾക്കും കിട്ടുമല്ലോ. എന്നാലും ആ വകയിൽ എനിക്കൊന്ന് പോന്നോട്ടെ. ഏതായാലും ഹൈക്കമാൻഡ് എന്നല്ലേ. അല്ല, മമ്മദ് പിന്നെയും പുറത്തിറങ്ങിയോ? എന്താ ചൂടില്ലേ സോമ? അല്ലാതെ മമ്മനെ പേടിച്ചിട്ടല്ല. ഏയ്, അങ്ങനെയൊന്നുമല്ല. ജീവനെ പേടി എല്ലാവർക്കും ഉണ്ടാവല്ലോ സോമ. ആരാണ് അയാള്? ഞങ്ങളോടത്തെ TV നന്നാക്കാൻ വന്ന ആളാ. TV നന്നാക്കാൻ വന്നോനോ? എന്തിനാണ് ഓടിക്കണേ? ഞാൻ എത്ര കഷ്ടപ്പെട്ട TV കേടെടുത്തെന്നറിയോ? ഞാനറിയാതെ വിളിച്ചതവനെ. എന്തിനാ TV കേടെടുത്തിയത്? കുട്ടികൾക്കും കുടുംബത്തിനും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റിയ വല്ലതുണ്ടോ TV-യിൽ? തുറന്ന സീരിയലാ. പരീക്ഷന്റെ പേര് പറഞ്ഞ അത് പൂട്ടി. പിന്നെ വാർത്തയിൽ നിറച്ചിപ്പ സരിതയാ. ഓളതെല്ലാം വെളിപ്പെടുത്തിയാല് കേരളത്തിന് താങ്ങാൻ പറ്റൂലല്ലോ. കേരളത്തിന് താങ്ങാൻ പറ്റാത്ത വലുതാ ഓള കയ്യിലുണ്ടെങ്കിൽ എന്താ ചെയ്യ സോമ? ഓ, കേരളത്തിന് താങ്ങാൻ പറ്റാത്തത് ഇക്കണ്ട കാലം വരെ താങ്ങി നടന്നില്ല കുട്ടി. ഓള് ഭയങ്കരിയാട്ടോ. അല്ല സ്മേലെ, നമ്മുടെ സരിതേനെയും ബിജു രാധാകൃഷ്ണനെയും ഉമ്മൻചാണ്ടിക്ക് പരിചയപ്പെടുത്തി കൊടുത്തതേ നമ്മുടെ MP എന്ന് കേട്ടല്ലോ. മുണ്ടാന്ന അല്ലെങ്കിൽ തന്നെ തലയിൽ മുണ്ടിട്ട് സ്ഥിതിയാണ്. ഓരോ വാർത്താനം പറഞ്ഞ കുഞ്ഞാപ്പാന്റെ എല്ലാം മറന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ സ്മൈലേ? സോമ, ഇജ്ജ് മിണ്ടാക്ക്. കുഞ്ഞാപ്പോ അതിനെക്കാടൊക്കെ മെച്ചം. എന്നാ പൈസ പീഡിയക്കാർക്ക് രാഷ്ട്രീയം പാടില്ല എന്നാ കച്ചവടം മുട്ടിപ്പോവുക. അതാ നല്ലത്, അല്ലെങ്കിൽ താങ്ങണ്ടേ. സരിതന്റെ ഇപ്പൊ കാണിക്കണ്ടോ? എന്നാ സോമ, ഇജ്ജാ TV തുറന്ന
അതൊന്ന് കാണണല്ലപ്പോ. ഹായ്. നേതാക്കൾ തമ്മിൽ ഇതാ മാർക്സിസ്റ്റ് പണിയാ. അതും ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ സ്വന്തം പാർട്ടിയെ വെല്ലുവിളിക്കുമ്പോൾ മുന്നണിയും UDF-ഉം ഒക്കെ ശരി, പക്ഷേ പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും വെല്ലുവിളിക്കാൻ ശ്രമിച്ചാൽ അത് ആരായാലും പൊറുക്കില്ല എന്നാണ് കോഴിക്കോട് മുക്കം ബ്ലോക്ക് സമ്മേളനത്തിനിടെ നടന്ന പ്രകടനത്തിൽ കോൺഗ്രസുകാർ വ്യക്തമാക്കിയത്. ഏറ്റവും കൂടുതൽ അണികളെ പങ്കെടുപ്പിച്ച മണ്ഡലം കമ്മിറ്റിക്കാണ് അവാർഡ് പ്രഖ്യാപിച്ചതെങ്കിലും യഥാർത്ഥത്തിൽ സമ്മാനം നൽകിയത് എന്തിനായിരുന്നു എന്നത് വ്യക്തം. കോൺഗ്രസുകാർ ലീഗ് നേതാക്കൾക്കെതിരെ തിരിയുമ്പോൾ മുസ്ലിം ലീഗുകാർ പ്രതികരിച്ചത് ആര്യാടനും മുരളീധരനുമെതിരെയായിരുന്നു. പ്രകടനങ്ങൾക്കൊപ്പം കോൺഗ്രസുകാർക്കെതിരെ ബോർഡുകളും പോസ്റ്ററുകളും പ്രചരിച്ചു. AU രഞ്ജിത്ത്, ഇന്ത്യ വിഷൻ, കോഴിക്കോട്. അല്ല, ഈ എരപ്പന്മാർക്ക് നമ്മൾ വോട്ടിടിക്കുന്നത്, നമ്മളവർക്കും വേണ്ടി വോട്ടിടിക്കുക, എന്നിട്ട് ആ ഹംക്കളെ നമ്മളെ തെറിയ അങ്ങനെയുണ്ട്. ഓലക്ക കുത്തുഞ്ഞ കജിനാ വോട്ട് ഞമ്മള് ജയില് കിട്ടൂല. എനിക്ക് ഒരൊറ്റ തന്തയുള്ളൂ. ഇജ അഭിപ്രായല്ലേ ഇജ നടന്നാണ് കുത്തിക്കൂടെ. ആ എന്നാ പിന്നെ നിങ്ങൾ ഇവിടെ നോക്കി. എന്താ സോമ, ഞാൻ പോയിരാ. ആരോ വിളിച്ചിട്ടുണ്ടല്ലോ. അമ്മല്ലാത്ത ഞങ്ങൾക്ക് വേറെ ആരും ഉണ്ടാവില്ല. എന്റെ വീട് ചിറ്റ് ചെയ്യാൻ ഉള്ളിൽ കയറിയാൽ ഞാൻ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തും. ഞാൻ കടം വാങ്ങി ഞാൻ അടച്ചിട്ടുണ്ട്. വായ്പ വാങ്ങി തിന്നതല്ല, എന്റെ കുട്ടികളെ പഠിപ്പിച്ചതാണ്. ഈ വീടില്ലാതായാൽ ഞാനും എന്റെ കുടുംബവും ആത്മഹത്യ ചെയ്യേണ്ടി വരും. സാർ, ഈ അവസ്ഥയിൽ നടപടിയുമായി മുന്നോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. അയാൾ എന്തെങ്കിലും കടുകൈ ചെയ്യും. സാറൊന്ന് മാനേജരോട് സംസാരിക്കൂ. വർഗീസുമായി സംസാരിച്ചിട്ട് ഞാനൊരു പോംവഴി ഉണ്ടാക്കാം. സാറൊന്ന് സഹകരിക്കണം. വർഗീസ് എന്തെങ്കിലും ചെയ്ത നിങ്ങൾക്കും ബാങ്കിനും അത് മോശമായിരിക്കും. സോമ, ഇത് മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ നിന്ന് എഴുതള്ളി കടാ. എന്നിട്ടാണ് അയാൾ ജപ്തിയായിട്ട് വരുന്നത്. കള്ളനാണ് അയാൾ, പെരുകള്ളൻ. ശരിയാണല്ലോ സാറേ, മുഖ്യമന്ത്രി എഴുതി തള്ളിയതാണല്ലോ ഇത്. പിന്നെ എന്തിനാ ഈ നടപടി? സുഹൃത്തെ, ഇങ്ങനെ മുഖ്യമന്ത്രി ഒരു ദിവസം പറഞ്ഞാൽ നടക്കുന്നതല്ല എഴുതി തള്ളല്. ഇതിനൊരുപാട് പ്രോസസ് ഉണ്ട്. വർഗീസ് ഇത് ഞങ്ങളെയും കാണിച്ചിരുന്നു. ഞങ്ങൾ വിശദമായി അന്വേഷിച്ചു. പക്ഷേ എഴുതി തള്ളാനുള്ള യാതൊരു നടപടിയും ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല. ആ, സർക്കാർ ഇനിയും നടപടി സ്വീകരിച്ചുകൂടാന്നില്ലല്ലോ. നിങ്ങൾ ഈ നാട്ടിലൊന്നല്ലേ, ശമ്പളം കൊടുക്കാൻ പോലും പണമില്ല. ഈ ഒരു സാഹചര്യത്തില് ധനവകുപ്പിന് ഇത്തരം ഒരു ഓർഡർ ഇറക്കാൻ കഴിയില്ലെന്ന് രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. പിന്നെ രാഷ്ട്രീയ നാടകം, അതിന് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. നിയമം അതിന്റെ വഴിക്ക് പോകും. സോറി, ഐ ആം റിയലി സോറി. ജപ്തിയല്ലാതെ വേറെ നിവൃത്തിയില്ല. അല്ലെങ്കിൽ എന്റെ ജോലി പോവും. വർഗീസ് എജ്ജന്ത് പോയത്തരാണ്ടോ കാണിക്കുന്നത്. സ്വന്തം ജാവാൻ വേണ്ടിയാ പടച്ചോ നമ്മളെ ഭൂമിയിലേക്ക് അയച്ചത്. ഇജ് വേണ്ടാത്തരം കാണിക്കരുതിട്ടാ. ഇജ് തുറക്കടോ. അന്ന ആരാ എന്താ ജഡ്ജാൻ പോണെന്ന് എനിക്കൊന്ന് കാണണല്ലോ. ഇജ് തുറക്ക്, വാതിൽ തുറക്ക് ചങ്ങായി. ഹലോ സാറല്ലേ, ഞാൻ സത്യാനന്ദൻ. സാറേ, ഇന്ന് ജപ്തി അത് നടന്നില്ല സാറേ. അയാളെ വയലന്റ് ആണ്. അയാള് ജപ്തി നടന്നാൽ ആത്മഹത്യ ചെയ്യും. അയാൾ ദേഹത്ത് മണ്ണെണ്ണൊക്കെ ഒഴിച്ച് അയാളൊക്കെ വയലന്റ് ആണ്.